എനിക്ക് വയലൻസ് ഇഷ്ടമാണ്. എല്ലാരും ഇവിടെ വന്നിട്ട് കുറെ വയലൻസ് ഭയങ്കര അങ്ങനെ ഇങ്ങനെ പറ, പക്ഷെ എനിക്ക് വയലൻസ് ഇഷ്ടം. എനിക്ക് നല്ല വീണ്ടും അയ്യോ എനിക്ക് പറ്റത്തില്ല അത്, അയ്യോ എനിക്കത് ചെയ്യാൻ പറ്റത്തില്ല, ഈ ഗെയിം എനിക്ക് വേണ്ടാന്ന്. എന്നാലും ട്രൈ ചെയ്യാം. അയ്യോ അത് ഭയങ്കര കൺഫ്യൂസിംഗ് ആ. എന്നാൽ ഒരാൾ പറ, ഇത് ഞാൻ അവരോട് കൂടെ പറയാം, നിങ്ങളിത് പേഴ്സണലി എടുക്കരുത് കേട്ടോ. ഇല്ല ഞാനിപ്പോ പറയണ്ടല്ലോ, പേഴ്സണലി അല്ല കേട്ടോ പറയുന്നത്. അയ്യോ എന്റെ റിലീസ് ആവാതിരിക്കുന്ന മൂവി ചാക്കോച്ചൻ. ഞാൻ ഇതിനെങ്ങാനും ആൻസർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എങ്ങനെ തിരിച്ചെന്റെ ലൊക്കേഷന് പോകും പറയൂ. ഇല്ല ഇത് നമുക്ക് ഇവിടെ വെച്ച് നിർത്തിയാലോ. അങ്ങനെ എനിക്കറിയത്തില്ല. ഇതിൽ ഞാൻ പറഞ്ഞപ്പോ ശരിയായി തോന്നിയില്ലേ? ആ ശരിയാ, എല്ലാത്തിലും ചത്തുപോകും അല്ലേ. അതുകൊണ്ട് കുറെ എന്താ പറയാ, മോശം വാക്കുകൾ ഉപയോഗിക്കുന്നതിനോടോ നമ്മളെ അങ്ങനെ മോശമായി ക്രിട്ടിസൈസ് ചെയ്യുന്നതിനോടോ എനിക്ക് താല്പര്യമില്ല. ഹലോ എവരിവൺ, വെൽക്കം ടു മാപ്സ്റ്റിക് മീഡിയ. അപ്പൊ ഇന്ന് നമ്മുടെ ഒപ്പം ഉള്ളത് എല്ലാവർക്കും അറിയുന്ന നമ്മുടെ മീനാക്ഷി കുട്ടിയാണ്. ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു. ഇപ്പൊ ഒരു വലിയ വിശേഷം നടക്കാൻ പോകുന്ന ഒരു സിനിമ റിലീസിന് റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ആദ്യം നമ്മുടെ സിനിമയെ പറ്റി സംസാരിക്കാം. അപ്പൊ സൂപ്പർ ജിംനി, ആ സിനിമയത്തെ ക്യാരക്ടറിനെ പറ്റി പറയാമോ? അതെ, സൂപ്പർ ജിംനിയിൽ ഇപ്പൊ ഒരു സെൻട്രൽ ക്യാരക്ടറാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു നാട്ടും പ്രദേശം ബേസ് ചെയ്തിട്ടുള്ളൊരു സ്റ്റോറിയാണ്. അപ്പോൾ ഈ ഡ്രഗ് അബ്യൂസിനൊക്കെ എതിരെയായിട്ടും ഒക്കെ ഉള്ളൊരു ഇപ്പോൾ ഒരു സോഷ്യൽ റെലവൻ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ്. ഒരു ഫാമിലി മൂവിയാണ്. ഇപ്പോൾ മീനാക്ഷി പൊതുവെ ചെയ്യുന്ന ക്യാരക്ടർ ഭയങ്കര ഇന്നസെന്റ് ക്യാരക്ടർ ആയിരിക്കും, പാവം കുറ്റി. പിന്നെ ഒന്നാമത് കൂടുതലും ചൈൽഡായിട്ട് വരുന്ന ഒരു ക്യാരക്ടറാണല്ലോ ചെയ്യുന്നത്. അപ്പോ പാവം കുഞ്ഞ് ഒന്നറിയാത്ത ഭയങ്കര ഇന്നസെന്റ് ആയിട്ട്. അപ്പൊ അതും ഇതിലും അങ്ങനെ തന്നെയാണോ? ശ്രദ്ധിച്ചിട്ടില്ല അങ്ങനെ എനിക്കറിയത്തില്ല. ഇതിൽ ഞാൻ പറഞ്ഞപ്പോ ശരിയായി തോന്നിയില്ലേ? ആ ശരിയാ, എല്ലാത്തിലും ചത്തുപോകും അല്ലേ. അതുകൊണ്ട് കുറെ ഒപ്പത്തിലൊന്നും ചത്തു. ശരിയാ, പക്ഷെ ഭയങ്കര ഇന്നസെന്റ് ആയിരിക്കും അല്ലേ? ആ ഒരു ചൈൽഡ്ഹുഡ് ഇന്നസെൻസും ഭയങ്കര ജോളി ജോളി ആയിട്ടുള്ള ക്യാരക്ടർ. സ്കൂൾ ക്യാരക്ടറാണ് എനിക്കൊന്നും ഞാൻ നമ്മൾ ചെയ്തിരിക്കുന്ന ഇപ്പൊ ഇതുവരെ ഉള്ളതെല്ലാം ആ ഒരു ഏജ് ക്യാരക്ടേഴ്സ് ആണല്ലോ. ചിലപ്പോ അതിന്റെയും ഒരു ഇന്നസെൻസ് ഉണ്ടായിരിക്കും. ആ ക്യാരക്ടറുള്ള എല്ലാ കുട്ടികളും ഇന്നസെന്റ് ആണല്ലോ. ഇതും അങ്ങനെ തന്നെയാണ്. ഒരു 15 വയസ്സ് 16 വയസ്സുള്ളൊരു 15-14 വയസ്സുള്ളൊരു കുട്ടിയുടെ ക്യാരക്ടറാണ്. അപ്പൊ കുറച്ചുകൂടെ നമ്മള് ഇപ്പൊ മീനാക്ഷിയുടെ ആ ടീനേജ് ഏജ് അത് റിലേറ്റഡ് ആയ ക്യാരക്ടേഴ്സ് വരുന്നോണ്ട് കുറച്ചുകൂടെ കമ്പയർ ചെയ്യാൻ പറ്റുന്നുണ്ടോ റിയൽ ലൈഫും? ഇതുവരെ അങ്ങനെ ക്യാരക്ടേഴ്സ് ഒന്നും അങ്ങനെ എനിക്ക് ഭയങ്കര റിലേറ്റബിൾ ആയിട്ട് അങ്ങനെ ഒന്നും ഫീൽ ചെയ്തിട്ടില്ല. ശരി, വരുന്ന ക്യാരക്ടേഴ്സ് ഭയങ്കര സീരിയസ് ആയിട്ട് ക്രൈം ഒക്കെ. ഞാൻ നേരെ ഓപ്പോസിറ്റ്. ഇപ്പൊ ഈ കഥയിലാണെങ്കിലും ഡ്രഗ് അബ്യൂസിനെ പറ്റിയിട്ട് സംസാരിക്കണേന്ന് പറഞ്ഞു. അപ്പൊ നമ്മുടെ പൊതുവെ ഇപ്പത്തെ കാലത്ത് ഭയങ്കര ഇഷ്യൂ ആയിട്ടുള്ള ഒരു കാര്യം ഡ്രഗ് അബ്യൂസ്. ഈ അടുത്തുള്ള ന്യൂസ് ഒക്കെ കണ്ടായിരുന്നോ? ഒരു മോൻ അമ്മനെ കൊല്ലുന്നു, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇപ്പൊ ഒരു ടീനേജ് അല്ലെങ്കിൽ യങ്സ്റ്റർ എന്ന നിലയിൽ ഈ ഒരു സബ്ജക്റ്റിനെ പറ്റി എന്താ പറയാനുള്ളത്? ഇതിന്റെ യൂസും ഫിലിമിലുള്ള അതിന്റെ റെലവൻസ് എല്ലാം. അതെ, എനിക്ക് ആക്ച്വലി അതിനെ പറ്റി പറയാനുള്ള ഒരു മെച്യൂരിറ്റി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ഞാനൊരു അഭിപ്രായം പറയാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഭയങ്കര മോശമായിട്ടുള്ള കാര്യമാണ്. എല്ലാവർക്കും പറയുന്ന പോലെ തന്നെ, ഏതൊരാളുടെ ചോദിച്ചാലും പറയുന്ന പോലെ തന്നെ അതേ അഭിപ്രായക്കാരിയാണ് ഞാനും. അങ്ങനെ ഇപ്പം എന്താ പറയാ, നമ്മൾ ഒരാളുടെ അടുത്ത് ചെന്നാൽ നിങ്ങളിത് ചെയ്യരുത് കേട്ടോ എന്ന് പറഞ്ഞാൽ ഓക്കെ എന്നാൽ ഞാൻ ഇത് ചെയ്യാതിരുന്നേക്കാം എന്ന് വിചാരിക്കുന്ന ആൾക്കാരല്ല ഈ ഡ്രഗ്സിന് അഡിക്റ്റ് ആയിട്ടുള്ള ആൾക്കാർ. അപ്പം അതിന് വേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ പ്രൊവൈഡ് ചെയ്യുക, ചെയ്യാതിരിക്കുക. നമ്മുടെ ഈ മൂവിയിൽ ആ ഒരു ഡ്രഗ് അബ്യൂസ് അല്ലെങ്കിൽ അതിന്റെ ഒരു റെലവൻസ് ഒന്ന് പറയാവോ? എങ്ങനെയാണ് അതിൽ കാണിക്കുന്നതെന്ന്? ഇതിലും അതിനെപ്പറ്റി ഇപ്പൊ പറയുന്ന പോലെ തന്നെ ഇപ്പൊ അങ്ങനത്തെ ഒരുപാട് കേസസും കാര്യങ്ങളും വരുന്നത് കൊണ്ട് തന്നെ മേ ബി മുമ്പും ഉണ്ടായിരുന്നിരിക്കാം. ഇപ്പോഴാണ് കൂടുതൽ ആൾക്കാർ ഇപ്പം നമ്മൾ കൂടുതലും അതിനെപ്പറ്റി ഇപ്പം ഡ്രഗ്സിന് അഡിക്റ്റ് ആയിട്ടുള്ള ആൾക്കാരാണെന്ന് നമ്മളിപ്പോഴാണ് കുറച്ചുകൂടെ ഇവര് അങ്ങനെ ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ ഇപ്പോഴത്തെ കാലത്തായിരുന്നു തോന്നുന്നു കുറച്ചുകൂടെ. അതുകൊണ്ടാണല്ലോ ഇപ്പൊ ഒരുപാട് കേസസും ഒക്കെ വരുന്നുണ്ട്. അപ്പം അതുപോലെ തന്നെ ഒരു സ്റ്റോറി ലൈൻ പറഞ്ഞു പോകുന്നതാണ് ഇതിലും. പിന്നെ നമ്മൾക്കിപ്പം മൂവീസിലാണെങ്കിലും അല്ലെങ്കിൽ നമ്മള് സോഷ്യൽ മീഡിയയിലാണെങ്കിലും അറ്റാക്കിങ് ഭയങ്കര കൂടുതലാണ്. ഏജോ അല്ലെങ്കിൽ ആ ജെൻഡർ ഒന്നും നോക്കാതെ ചുമ്മാ വന്ന് അറ്റാക്ക് ചെയ്യുക, അങ്ങനത്തെ എന്താ പറയാ ക്രിറ്റിസിസം എല്ലാം നേരിട്ടിട്ടുണ്ടോ? ഇല്ല, എനിക്കിതുവരെ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ ഒരുപാട് കണ്ടിട്ടുണ്ട് അങ്ങനെയുള്ളത്. അപ്പോൾ അങ്ങനെ എന്തായാലും റിയാക്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്? അതോ നമ്മള് ഇല്ല പോട്ടെ അതിൽ നമ്മൾ നോക്കണ്ട അങ്ങനെ? ഇപ്പം ഒരാള് നമ്മളടുത്ത് ഒരു അഭിപ്രായം പറയാണ്, ഇപ്പം ഒരു ക്യാരക്ടർ ചെയ്തിട്ട് ചെയ്തത് അത്ര ശരിയായില്ലാട്ടോ എന്ന് പറഞ്ഞാൽ ഞാനത് ഉറപ്പായിട്ടും എടുക്കും. ആണോ നമുക്ക് അടുത്തതിൽ
കുറച്ചുകൂടെ ശരിയാക്കാം, മെച്ചപ്പെടുത്തിയെടുക്കാം എന്നുള്ളത് പറയാം. അല്ലാതെ ഇപ്പം എന്താ പറയാ, മോശം വാക്കുകൾ ഉപയോഗിക്കുന്നതിനോടോ നമ്മളെ അങ്ങനെ മോശമായി ക്രിട്ടിസൈസ് ചെയ്യുന്നതിനോടോ എനിക്ക് താല്പര്യമില്ല. നന്നായിട്ടൊരു കാര്യം പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരു കാര്യം ഞാനിപ്പോൾ ഒരു കാര്യം ചെയ്യുന്നതിനാണെങ്കിലോ അല്ലെങ്കിൽ ഇപ്പം എൻ്റെ സംസാരത്തിനാണെങ്കിലോ മോള് കുറച്ചുകൂടെ അങ്ങനെ സംസാരിക്കാട്ടോ എന്ന് എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ എന്നെ ക്രിട്ടിസൈസ് ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമാണ്. പക്ഷെ അല്ലാത്ത പക്ഷം മോശം വാക്കുകൾ ഉപയോഗിക്കുന്നതിനോടോ അല്ലെങ്കിൽ ഇപ്പം നമ്മുടെ ഇപ്പം പൊതുവേ നമ്മൾ കാണാമല്ലോ ഇപ്പൊ ഇങ്ങനെ കമന്റ്സ് വരുമ്പോഴൊക്കെ അങ്ങനെ മോശമായിട്ട് അബ്യൂസ് ചെയ്യുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. അല്ലാതെ നല്ല രീതിക്ക് പറയുന്ന ഒരുപാട് ആൾക്കാരും ഉണ്ട്. അപ്പൊ അവരെയൊക്കെ സന്തോഷം, ഇഷ്ടമാണ്. ഇപ്പൊ മീനാക്ഷി ഇപ്പൊ സിനിമേനേക്കാളും എല്ലാവർക്കും ഏറെ പ്രിയങ്കരം മീനാക്ഷിയുടെ ആങ്കറിംഗ് ആണ്, ടോപ് സിംഗർ എന്ന് പറയുന്നതില്. അപ്പൊ അതിന്റെ ഒരു വിശേഷങ്ങൾ പങ്കുവെക്കാമോ? ഷോ ഒക്കെ നടക്കുന്നത് ഇപ്പൊ കുറെ നാളായിട്ട് ചെയ്യുന്ന ഷോ ആണ്. അപ്പൊ എനിക്ക് തോന്നുന്നു കൂടുതലും അമ്മമാർക്കും ഒക്കെ വീട്ടിലിരുന്ന് കാണാനും ഒക്കെ എളുപ്പമാണല്ലോ. അപ്പൊ അതുകൊണ്ട് ഷോ എന്നും കാണുന്ന ആൾക്കാരാണ് മിക്ക ആൾക്കാരും. അപ്പൊ അതിൽ ഒരുപാട് സന്തോഷം. അങ്ങനെയുണ്ട് ആ കുട്ടിപ്പട്ടാളങ്ങളുടെ എനിക്ക് ഒന്നാമത് എനിക്ക് കുഞ്ഞീസിനെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ആ കൂടെ ഭയങ്കര രസമാണ്. അപ്പൊ പൊതുവെ നമ്മള് പണ്ടത്തെ മ്യൂസിക് ഷോ ആണെങ്കിലും ഡാൻസ് ഷോ ഭയങ്കര സീരിയസ് ആയിട്ട് പാടാ ജഡ്ജ് അഭിപ്രായം പറയാം. അതിനൊക്കെ വേറിട്ടൊരു ഭയങ്കര പിള്ളേര് ജഡ്ജസ് ഭയങ്കര നമ്മുടെ ജഡ്ജസ് ആണെങ്കിൽ തന്നെ എത്ര ചെറിയ ആൾക്കാർ പാടാൻ വരുന്നു അത്രയും നന്നായിട്ടും ചെറിയ ഭയങ്കര കമ്പനിയോടെയാ സംസാരിക്കുന്നത്. അതിപ്പോ നമ്മള് ഒരു ഡൗട്ടും വേണ്ട, കാരണം ഇത് ടേക്കിൽ മാത്രമാണോ ഇങ്ങനെയെന്നൊരു സംശയമേ വേണ്ട. അല്ല, അത് എപ്പോ പുറത്തിറങ്ങിയാലും ഞങ്ങൾ പുറത്തിറങ്ങി നടക്കുമ്പോഴും അങ്ങനെ തന്നെയാണ്. അത് അങ്ങനെ തന്നെയാ അവിടെ. ചില സംസാരം കേൾക്കുമ്പോ ഞാൻ ഇടയ്ക്ക് ഇപ്പൊ ടോപ്പ് സിംഗർ കാണുമ്പോൾ ഇവരിത് പ്ലാൻ ചെയ്ത് പറയുന്നത് അല്ല, ചെറുതുങ്ങളെല്ലാം അങ്ങനെ വന്ന് വർത്താനം പറയുന്നത് എല്ലാരും. അതിപ്പോ നമ്മൾ ഓഡീഷന് വരുമ്പോഴേ ഇങ്ങനെ ഭയങ്കര വർത്താനായിരിക്കും ചില ആൾക്കാര്. അവര് പറയുന്നത് മീനാക്ഷി കിളി പോയിട്ട് ഇത് ശരിക്കും ഇല്ല, അവരങ്ങനെ വരുന്നോണ്ടാണ് നമുക്ക് അങ്ങനെ അത്ഭുതം വരുന്നത്. പ്ലാൻഡ് ആയിട്ടാണെങ്കിൽ നമുക്ക് അത്ര ആലോചിക്കേണ്ടി വരില്ല. ഇത് ശരിക്കും ഇങ്ങനെ പറയുന്നോണ്ടാണ് നമുക്ക് എന്താ പറയുന്നേ എന്നുള്ളൊരു തോന്നലുണ്ട്. ഇപ്പൊ അതിലാണെങ്കിലും ഡേഞ്ചേട്ടനും കൂടെ വന്നപ്പോ വേറൊരു ലെവലായി. പിന്നെ ഡേഞ്ചേട്ടൻ പണ്ടേ ഇതില് ഡേഞ്ചേട്ടനെ ഒന്നും നമുക്കൊന്നും അഭിപ്രായം പറയാനേ ഇത് കഴിഞ്ഞിട്ട് വിളിക്കണം. ഒരിടം പറയുമ്പോ ഇരട്ടിയായിട്ട് തിരിച്ചു മറുപടി അറിയാലോ. ഇല്ല, അത് ഇപ്പൊ എപ്പോഴാണെങ്കിലും അങ്ങനെ തന്നെയാണ്. അപ്പം അല്ലാതെ ഷോയിന് വേണ്ടി മാത്രം ഞങ്ങൾ സ്പെഷ്യലായിട്ട് അങ്ങനെ സംസാരിക്കുന്നൊന്നുമല്ല. ഞാൻ ഡേഞ്ചറിനാണെങ്കിലും പുറത്തിറങ്ങിയാലും അതുപോലെ തന്നെ അതേ പൊട്ടത്തരം തന്നെയാണ് ഞങ്ങൾക്ക് രണ്ടുപേർക്കുള്ളത്. അതുകൊണ്ട് ഓക്കെ. അപ്പൊ ഇപ്പത്തെ നമ്മുടെ ഓഡിയൻസിന് ആണെങ്കിലും ഇപ്പൊ ഇറങ്ങിയ കുറെ മലയാളം മൂവീസ് ആണെങ്കിലും ഭയങ്കര വയലൻസ് അല്ലെങ്കിൽ അങ്ങനത്തെ കുറെ സപ്പോർട്ട് ചെയ്യുന്ന ടൈപ്പ് മൂവീസ്. അപ്പൊ മീനാക്ഷിക്ക് എങ്ങനത്തെ മൂവി ചെയ്യണമെന്നാണ് ആഗ്രഹം? വയലൻസ്? എനിക്ക് എല്ലാ ടൈപ്പ് മൂവി ചെയ്യണം എന്ന് വെച്ചാൽ എനിക്ക് വയലൻസ് ഇഷ്ടമാണ്. എല്ലാരും ഇവിടെ വന്നിട്ട് കുറെ വയലൻസ് ഭയങ്കര അങ്ങനെ ഇങ്ങനെ പറ, പക്ഷെ എനിക്ക് വയലൻസ് ഇഷ്ടമാണ്. എനിക്ക് നല്ല ഇഷ്ടമാണ്. കാരണം വയലൻസ് ഒക്കെ ഒരു മൂവിയിൽ കാണിക്കുമ്പോഴാണ് നമുക്ക് പുതിയ പുതിയ ടെക്നോളജി ഒക്കെ നമുക്ക് മനസ്സിലാവുന്നു. കൊള്ളാം, നമ്മുടെ മലയാള സിനിമയിൽ ഇത്രയും എഫക്റ്റീവ് ആയിട്ടൊരു സാധനം കാണിക്കാൻ പറ്റുക നമുക്ക് കൊള്ളുക. അല്ലെങ്കിൽ ഒരു ഇമോഷൻ, ഒരു വയലൻസ് കാണിച്ചിട്ട് നമുക്ക് ഫീൽ ചെയ്യിപ്പിക്കാൻ, പ്രത്യേകിച്ച് മലയാളി ഓഡിയൻസ് ആണ് എനിക്കൊന്ന് ഏറ്റവും നല്ല ഓഡിയൻസ് ആരാ. കാരണം അവർ ഭയങ്കരമായിട്ട് ക്രിട്ടിസൈസ് എന്ന് വെച്ചാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് നല്ല തരത്തിലുള്ളത് കേട്ടോ. ഇപ്പൊ ഒരു മൂവി ഇറങ്ങിക്കഴിഞ്ഞാൽ അവർ ഏറ്റവും നന്നായിട്ട് അവർക്കറിയാം, മലയാളി ഓഡിയൻസിന് അറിയാം എങ്ങനെ, മലയാളി ഓഡിയൻസിന് അറിയാം എങ്ങനെ, അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു ഫിലിം വേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു വയലൻസ് കാണിക്കേണ്ടത് എന്നുള്ളത് ഇപ്പം മൂവി മേക്കേഴ്സിനെ പോലെ തന്നെ അവർക്കും അറിയാം. കാരണം ഇത്രയും ടെക്നോളജി ഒക്കെ വന്നിരിക്കുന്ന സമയമാണ്. നമ്മള് പണ്ടൊക്കെ നോക്കുമ്പോ ചുമ്മാ കാണാ തിരിച്ചു പോവാം, പക്ഷെ ഇപ്പൊ അങ്ങനെ അഭിപ്രായങ്ങൾ വന്ന് തുടങ്ങി. ക്യാമറ ടെക്നിക്സ് അടക്കം അവര് വരാൻ തുടങ്ങി. അത് ഏറ്റവും നല്ലൊരു കാര്യമല്ലേ, ഏറ്റവും അടിപൊളിയായിട്ടുള്ള കാര്യമാണ്. കാരണം എല്ലാ കാര്യത്തിനെ പറ്റി മനസ്സിലാക്കിയിരിക്കാന്ന് നമ്മുടെ ഓഡിയൻസ് അത്രയും അടിപൊളിയാണ്. മലയാളികൾ എങ്ങനെയാണ് അപ്പൊ ആ ഒരു മനോഭാവം ഉള്ളതുകൊണ്ട് എപ്പോഴും ഇപ്പൊ ഒരു ക്യാരക്ടർ സെലക്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു മൂവി സെലക്ട് ചെയ്യുമ്പോൾ ആലോചിക്കാറുണ്ടോ അയ്യോ അവരെങ്ങനെ എടുക്കും, അങ്ങനെ ആലോചിക്കാറുണ്ടോ? അങ്ങനെ എടുക്കാറില്ല. നമുക്ക് നല്ലതെന്ന് തോന്നിയാൽ ചെയ്യാൻ. അപ്പൊ എങ്ങനെയും ഭയങ്കരമായിട്ട് എക്സ്പ്ലോർ ചെയ്യുന്ന ക്യാരക്ടേഴ്സ് ചെയ്യണമെന്നാണ് അത്? ഇപ്പോഴും സിമ്പിൾ ഇന്നസെന്റ് അങ്ങനത്തെ ക്യാരക്ടർ ചെയ്യണം? അങ്ങനെയൊന്നുമില്ല. വേഴ്സറ്റൈൽ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ്. ഇപ്പൊ ലാലേട്ടന്റെ ഒപ്പം അഭിനയിച്ചല്ലോ, അതൊക്കെ ഭയങ്കര നോട്ടാണ്. ലാലേട്ടൻ, പൃഥ്വിരാജ്, ഇന്ദ്രജിത്ത്, ജയസൂര്യ അവരൊക്കെ ഒപ്പം അഭിനയിച്ചല്ലോ. അപ്പൊ ഇനി ആരൊപ്പം അഭിനയിക്കുന്നതാണ്? ഞാനൊരു പേര് മമ്മൂക്കന്റെ കൂടെ വരെ ഒന്നും ചെയ്തിട്ടില്ല ഫിലിം. അപ്പൊ അത് ഭയങ്കര ആഗ്രഹമുണ്ട് കേട്ടോ, ഭയങ്കര ആഗ്രഹമുണ്ട്. അയ്യോ, അല്ലാണ്ട് വേറെ ആരെങ്കിലും ഒപ്പം ചെയ്യണം അങ്ങനെ വേറെ ആരും ചിന്തിച്ചില്ല. ഈ പറഞ്ഞ മമ്മൂക്ക ഞാൻ ലാലങ്ങളുടെ കൂടെ ചെയ്യുമ്പോ നമുക്ക് ഓൾറെഡി ഉണ്ടാവല്ലോ മമ്മൂക്കന്റെ കൂടെ ഒരു മൂവി ചെയ്യണം. അങ്ങനെ ഉണ്ട്. അതെ. അപ്പൊ ഇത് ഗെയിം ഒന്നല്ല, ചെറിയൊരു ഇതാണ്. ഞാൻ കുറച്ച് ഐ തിങ്ക് കണ്ടിട്ടുണ്ടാവും മീനാക്ഷി. ഞാൻ കുറച്ച് നടന്മാരുടെ പേര് പറയും, അതൊന്ന് ചൂസ് ചെയ്യണം.
ഒരാളെ ചൂസ് ചെയ്യണം. ഓക്കെ, ലൈക്ക് ദിസ് സോ ദാറ്റ് അങ്ങനെ. ഓക്കെ ഓക്കെ ഓക്കെ, സോ മൈ ക്വസ്റ്റ്യൻ ഇസ് ഹൂസ് യുവർ ഫേവറേറ്റ് ആക്ടർ? പൃഥ്വിരാജ്. അങ്ങനെയല്ല, ഞാൻ ചേച്ചി തരുമോ? ഞാൻ ഓൾറെഡി ആൻസർ പറഞ്ഞു. ചേച്ചി തരുന്നതെന്ന് ഞാൻ സെലക്ട് ചെയ്യണം. ഹു ഇസ് യുവർ ഫേവറേറ്റ് ആക്ടർ? അതാണ് ക്വസ്റ്റ്യൻ. ദുൽഖർ സൽമാൻ ഓർ ഷഹീൻ നിഗം? അത് ഞാൻ ഫിക്സ് ചെയ്യണം. അത് ഞാൻ എന്റെ ഈ രണ്ട് പേരിലുള്ള ആരെങ്കിലും ചൂസ് ചെയ്യാം. അയ്യോ, അതെനിക്ക് അറിഞ്ഞൂടെ. രണ്ടുപേരും എനിക്ക് ഒരാളെ പറയാം. എന്നാലും കുറച്ച് ഫേവറേറ്റ് ആരായിരിക്കും? നമുക്ക് കൊറേ പേരുണ്ട്, അതൊന്നും നമുക്ക് വന്ന് പോവാം. അയ്യോ, അത് ഭയങ്കര കൺഫ്യൂസിംഗ് ആ. എന്നാലും ഒരാളെ പറ. ഷീൻ ചേട്ടനുമായിട്ട് എനിക്ക് നല്ലോണം അറിയാം. അപ്പോ ചേട്ടൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഡിക്ക് പിന്നെ ആർക്കാ ഇഷ്ടമല്ലാത്തത്? മൂവി അല്ലെങ്കിൽ ക്യാരക്ടേഴ്സ് വെച്ചിട്ട് പറയാലോ. ദുൽഖർ സൽമാൻ ഓർ ഷഹീൻ? പേഴ്സണലി നോക്കണ്ട. എന്നാലും മേ ബി ഡിക്യുവിന്റെ ക്യാരക്ടേഴ്സ് ആയിരിക്കും. ദുൽഖർ സൽമാൻ സാറുടെ ആയിരിക്കും. ദുൽഖർ സൽമാൻ ഓർ ആന്റണി വർഗീസ്? പെപ്പെ. കണ്ടെന്ന് അത് ഞാൻ പറഞ്ഞത് പേഴ്സണലി നോക്കണ്ട. അത് നമ്മള് ഇത് ഞാൻ അവരോട് കൂടെ പറഞ്ഞു, പേഴ്സണലി എടുക്കരുത് കേട്ടോ. ഇല്ല, ഞാനിപ്പോ പറയണ്ടല്ലോ, പേഴ്സണലി അല്ല കേട്ടോ പറയുന്നത്. അല്ലല്ല, ഞാനങ്ങനെ ഒരാളോടുള്ള ഇഷ്ടമല്ല പറയുന്നത്. അയ്യോ, എന്നാലും എനിക്ക് അറിയത്തില്ല. എനിക്ക് ഇവരെ എല്ലാവരും ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ ഒരെണ്ണം പറ. ദുൽഖർ സൽമാൻ. അത് ഡിക്ക് നമ്മൾ ഓൾറെഡി പറയും. ഇനി ഈ ഓപ്ഷൻ മാറ്റി വേറെ ഓപ്ഷൻ. അല്ല, നമ്മൾ ആ ഒരാളെ വെച്ചിട്ട് അങ്ങനെയാണോ പോകുന്നത്? അതെ. ഓക്കെ. അയ്യോ, ഇപ്പൊ ക്യാരക്ടേഴ്സ് വെച്ചാണോ ഞാൻ പറയുന്നത്? ഇഷ്ടമുള്ള പോലെ പറഞ്ഞു. ഇവരിൽ ആരാണ് ഹൂസ് യുവർ ഫേവറേറ്റ് ആക്ടർ? അതാണ് എന്റെ ക്വസ്റ്റ്യൻ. ദുൽഖർ സൽമാൻ. ഓക്കെ, ഡിക്യു. പിന്നെ ഓക്കെ, ആക്ടറിനെ കഴിഞ്ഞും ഈ ഷെയ്ൻ ചേട്ടനും പെപ്പെ അവരൊക്കെ എനിക്ക് ഇപ്പൊ എനിക്ക് ഭയങ്കര ചേട്ടന്മാരെ പോലെ എനിക്ക് അവരെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഫേവറേറ്റ് ആക്ടർ അങ്ങനെ ഒരു ഭയങ്കര ഇതിൽ നോക്കുമ്പോ ഡിക്യു. അങ്ങനെ ഒരു തീരുമാനത്തിലെത്തി. ഡിക്യു ഓർ ആസിഫ് അലി? അയ്യോ, എനിക്ക് പറ്റത്തില്ല അത്. അയ്യോ, എനിക്കത് ചെയ്യാൻ പറ്റത്തില്ല. ഈ ഗെയിം എനിക്ക് വേണ്ടാന്ന്. എന്നാലും ട്രൈ ചെയ്യാം. ഡിക്യു ഓർ ആസിഫ് അലി? വീണ്ടും കൊടുങ്ങിയോ? അതെ അതെ, ആസിഫിക്കാന്ന് തോന്നുന്നു. ഓക്കെ, ആസിഫ് അലി ഓർ ഫഹദ് ഫാസിൽ? ഫഹദ് ഫാസിൽ. ഓക്കെ, ഫഹദ് ഫാസിൽ ഓർ ടൊവിനോ തോമസ്? ഫഹദ് ഫാസിൽ. ഫഹദ് ഫാസിൽ ഓർ കുഞ്ചാക്കോ ബോബൻ? അയ്യോ, എന്റെ റിലീസ് ആവാതിരിക്കുന്ന മൂവി ചാക്കോച്ചന്റെ മൂവി. ഞാൻ ഇതിനെങ്ങാനും ആൻസർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എങ്ങനെ തിരിച്ചെന്റെ ലൊക്കേഷന് പോകും പറയൂ. ഇല്ല, ഇത് നമുക്ക് ഇവിടെ വെച്ച് നിർത്തിയാലോ? ആരും പറയുന്ന പക്ഷെ ഇല്ല, എനിക്ക് തോന്നുന്നു ലാസ്റ്റിലേക്ക് എത്തുമ്പോ ഒരാളുടെ പേരായിരിക്കും മിക്കവാറും മീനാക്ഷി പറയാം. ലാസ്റ്റ് എനിക്ക് തോന്നുന്നു അതായിരിക്കും, അതിലേക്കാണ് പോകുന്നത് തോന്നുന്നു. അയ്യോ, എന്താ വേണ്ട, ഞാൻ പിന്നെയും ഫഹദ് ഫാസിൽ. ഓക്കെ, ഫഹദ് ഫാസിൽ ഓർ ഇന്ദ്രജിത്ത് സുകുമാരൻ? അയ്യോ, പിന്നെയും ഫഹദ് ഫാസിൽ. എനിക്ക് ഇഷ്ടമുള്ള ആൾക്കാരൊന്നും ഞാൻ പറയുന്നില്ലല്ലോ. ഫഹദ് ഫാസിൽ ഓർ പൃഥ്വിരാജ്? ഇതിപ്പോ നമ്മള് തമാശക്ക് ഇങ്ങനെ പറയുമെങ്കിലും നമ്മളിങ്ങനെ ആക്ടേഴ്സും ക്യാരക്ടേഴ്സും ഒക്കെ അറിയാം. ഈ പറഞ്ഞ എല്ലാ ആൾക്കാരും ഇത് വാലിഡ് ആയിട്ട് കൂട്ടാനേ പറ്റില്ല. കാരണം നമ്മള് തമാശക്ക് അങ്ങനെ ഇങ്ങനെ പറഞ്ഞെങ്കിലും ഇവരെല്ലാരും നമുക്ക് എന്താ പറയാ, അങ്ങോട്ടും ഇങ്ങോട്ടും. ഇപ്പൊ നമ്മളൊരു ഫിലിം ഇപ്പൊ ബോഗിൻവില്ലയൊക്കെ കണ്ടിറങ്ങുന്ന സമയത്ത് ചാക്കോച്ചനാണോ ഫഹദ്ക്കയാണോ കുറച്ച് ഭയങ്കര നന്നായിട്ട് ചെയ്തിരിക്കുന്നത് നമ്മൾ പെട്ടുപോകും. നമുക്ക് ഒന്നും പറയാൻ പറ്റത്തില്ല. എനിക്കൊന്നും ആക്ച്വലി നമ്മളൊരു നല്ല ആർട്ടിസ്റ്റ് ആണെങ്കിൽ നമുക്ക് അങ്ങനെ ജഡ്ജ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ഒരു ഗെയിമിന്റെ വാർത്തയായിട്ട് നിങ്ങൾ പോയി. പിന്നെ രാജവങ്ങളിൽ ഞാൻ ചെറുപ്പം തൊട്ടേ ഞാൻ രാജവങ്ങളുടെ അടുത്ത് തന്നെ അത് എപ്പോഴും പറയും. എന്റെ ഏറ്റവും കുഞ്ഞായിരിക്കും എനിക്ക് ബോധം വെക്കുന്ന സമയം തൊട്ടേ ഞാൻ ഒരു ഫാൻ ഗേൾ ആണ്. അപ്പൊ അതെനിക്ക് എവിടെ ആരാണ് ഫേവറേറ്റ് ആക്ടർ എന്ന് വെച്ചാൽ ഞാൻ അപ്പം പൃഥ്വിരാജ്. ഗെയിമാണ്, ഇൻട്രോഡക്ഷൻ പറയുന്നത് ആരാ ഫേവറേറ്റ് ആക്ടർ? അതെനിക്ക് പണ്ട് തൊട്ടേ അങ്ങനെയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. പക്ഷെ ബാക്കി എല്ലാരെയും എനിക്ക് ഒരേപോലെയാണ്. എനിക്ക് തോന്നുന്നു ഞാൻ ബാക്കി ചോദിച്ചിട്ട് കാര്യമില്ല, പൃഥ്വിരാജിൽ അത് ഞാൻ സ്റ്റക്കായി നിൽക്കും. ആരെ പറഞ്ഞാലും വേറെ പറയില്ല. എന്നാലും നമുക്ക് പോടോ. പൃഥ്വിരാജ് ഓർ നസ്ലൻ? പൃഥ്വിരാജ് ഓർ ഗോകുൽ സുരേഷ്? പൃഥ്വിരാജ് ഓർ മാത്യൂസ്? പൃഥ്വിരാജ് ഓർ പ്രണവ് മോഹൻലാൽ? ഇല്ല, അത് ആരെ പറഞ്ഞാലും ഞാൻ മാറ്റില്ല. കാരണം ചിലതുണ്ടല്ലോ നമുക്കിങ്ങനെ കുഞ്ഞിലെ തൊട്ടുള്ള ഒരു ഇഷ്ടം ഉണ്ടാവുമല്ലോ. അപ്പൊ ഞാനങ്ങനെ എന്താ പറയാ, വളരെ ചെറുപ്പം തൊട്ട് എനിക്ക് പറഞ്ഞാൽ വിശ്വസിക്കുമെന്ന് എനിക്കറിയാം. പക്ഷെ എന്റെ അമ്മ അച്ഛയൊക്കെ എന്നെ ഇപ്പോഴും കളയാക്കും. ഞാനിങ്ങനെ മറ്റേ ആ സമയത്ത് ഇങ്ങനെ വനിതയിലൊക്കെ വരുന്ന ഇങ്ങനെ ഫോട്ടോ ഉണ്ടാവൂല്ലേ, എന്തിന്റെ പരസ്യം, അതൊക്കെ എടുത്തു വെച്ച് എനിക്ക് അത്ര ഇഷ്ടം. ഞാൻ അത്രയും ഭയങ്കര ഫാൻ ഗേൾ ആയിരുന്നു. അപ്പൊ ഞാൻ പഠിക്കുന്ന സമയത്ത് ഞാൻ ഈ രാജ്യങ്ങളുടെ നെയിം സ്ലിപ്പ്
ഫോട്ടോ ഉള്ള നെയിം സ്ലിപ്പ് ആ സമയത്ത് വാങ്ങത്തുള്ളായിരുന്നു. അങ്ങനെ കുറെ കഥയുണ്ട്. ഇപ്പൊ അനാർക്കലി, പിന്നെ നമ്മുടെ താന്തോന്നി ആ മൂവി ഒക്കെ, പോക്കിരി രാജ, അതൊക്കെ ആയിരുന്നു എന്റെ ആ സമയത്ത്. ഞാൻ കുഞ്ഞായിരിക്കുമ്പോ പോക്കിരി രാജയൊക്കെ ആയിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഫിലിം ആയിരുന്നു അത്. അപ്പം അങ്ങനെ വന്ന് പിന്നെയാണ് ഞാൻ അമർ അക്ബറിലേക്ക് വരുന്നത്. അപ്പോൾ സത്യം പറഞ്ഞ എൻ്റെ അടുത്ത് ഇങ്ങനെ പൃഥ്വിരാജിന്റെ ഫിലിമാണ് അല്ലെങ്കിൽ രാജങ്ങളുടെ ഒരു മൂവിയാന്ന് പറഞ്ഞപ്പോ ഞാൻ വിശ്വസിച്ചിട്ടുണ്ടായില്ല. ഞാൻ ഉറപ്പായിട്ടും എനിക്ക് ഉറപ്പായിരുന്നു അതിനെ പറ്റിക്കുക. കാരണം എനിക്ക് രാജങ്ങൾ എന്ന് പറഞ്ഞാൽ ബാക്കി ആരെയും എനിക്കങ്ങനെ എന്താ പറയുക, എല്ലാവരും ഇങ്ങനെ കാർട്ടൂണിലൊക്കെ കാണുന്നത് നമ്മൾ ടി വിയിൽ കാണുന്നു. പക്ഷെ ഇപ്പൊ ചില കുഞ്ഞു എൻ്റെ അതൂട്ടൻ്റെ ഒക്കെ അടുത്തൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എപ്പോൾ ടി വിയിൽ കണ്ട ലാലേട്ടൻ അങ്ങനെ പറയാവൻ. അപ്പം നമ്മുടെ കുഞ്ഞിലെ മനസ്സിൽ പതിഞ്ഞു പോകുന്നൊരു സംഭവം ഉണ്ടാവുമല്ലോ. അങ്ങനെ എനിക്ക് ആ സമയം തൊട്ടേ ഭയങ്കര ഇഷ്ടമുള്ളതാണ്. അപ്പം ഇത് കഴിഞ്ഞ് ഞാൻ ഫസ്റ്റ് ടൈം രാജാങ്ങളെ കണ്ട സമയത്ത് ഞാനിങ്ങനെ നിൽക്കുക, എനിക്കൊന്നും മിണ്ടാനുമില്ല പറയാനുമില്ല. നമ്മളങ്ങനെ ഭയങ്കര ഇങ്ങനെ സ്റ്റക്കായിട്ട് നിന്ന് എനിക്ക് അയ്യോ എന്താ ചെയ്യേണ്ടതെന്നോ എങ്ങനെയാ എൻ്റെ എക്സൈറ്റ്മെന്റ് പുറത്ത് കാണിക്കേണ്ടതെന്നോ ഒന്നും അറിയാത്തൊരു സിറ്റുവേഷൻ. അതേ ഞാൻ അമർ അക്ബറിൽ വന്നു. അയ്യോ പിന്നെ എനിക്ക് ആ സമയത്ത് ഭയങ്കര, എനിക്ക് എപ്പോഴും കൂട്ടുകൂടി നടക്കണം, എനിക്ക് എപ്പോഴും മിണ്ടിക്കൊണ്ടിരിക്കണം. കാരണം ഞാനായിരുന്നു സെറ്റിലെ ഏറ്റവും ചെറിയ ആള്. അപ്പൊ എന്നെ അത്ര നന്നായിട്ട് നോക്കി, എന്നെ ഭയങ്കര കുഞ്ഞു വാവ പോലെയാണ് അവരെല്ലാരും കൊണ്ട് നടന്നത്. അപ്പൊ എന്റെ ലൈഫിൽ എന്റെ ഭയങ്കര ഒരു ലക്കായിരുന്നു അത്. കാരണം ഞാൻ അത്രയും ചെറുപ്പം തൊട്ടേ അങ്ങനെ കണ്ട ഒരാള് അങ്ങനെ എന്നെ നോക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര കാര്യമാണ്. ലൈഫിലെ ഒരു ടേണിംഗ് പോയിന്റിന്റെ എന്നെ എല്ലാവരും, ഞാൻ അതിന് മുന്നേ മൂവീസ് ചെയ്തിട്ടുണ്ടെങ്കിലും എല്ലാവർക്കും എന്നെ അറിയുന്നത് പാത്തു, ഞങ്ങളുടെ പാത്തു എന്നുള്ള അമർ അക്ബറിലൂടെയാണ്. അത് ഫേവറേറ്റ് ആക്ടറിന്റെ ഒപ്പം തന്നെ അഭിനയിക്കാൻ പറ്റാന്ന് പറയുന്നത് വലിയൊരു ഭാഗ്യമാണ്. ഇത് പറഞ്ഞിട്ടുണ്ടോ? ഞാൻ എപ്പോഴും പറയായിരുന്നു, ഞാൻ ആ സമയത്തേ പറയായിരുന്നു എനിക്ക് രാജങ്ങള് നായികയാണ്. എന്റെ അടുത്ത് ബെല്ലാം ഭാരത നായിക, അപ്പൊ ഞാൻ എനിക്ക് രാജങ്ങള് നായികയാണ്. അപ്പൊ എന്റെ അടുത്ത് നീ മൊട്ടേന്ന് വിരിയട്ടെ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ അപ്കമിങ് മൂവീസ് ഏതൊക്കെയാന്ന് പറയാമോ? ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ നമ്മുടെ ഓഫീസർ മൂവി റിലീസാണ് 20th. അപ്പോ അത് പിന്നെ നമ്മുടെ സൂപ്പർ ജെമിനി റിലീസ് ആവാണ്. അതൊക്കെ തന്നെ. വേറെ ലൈക്ക് ഏതെങ്കിലും ഡിസ്കഷനിലോ ആലോചിക്കുന്നുണ്ടോ? മൂവീസ് ഡിസ്കഷൻ നടക്കുന്നുണ്ട്, പക്ഷെ ഇപ്പം റിലീസിനുള്ളതും അങ്ങനെ ഒന്നും വേറെ കമ്മിറ്റ് ചെയ്തിട്ടില്ല. അഭിനയിക്കാന്നല്ലാണ്ട് വേറെ എന്തെങ്കിലും ആഗ്രഹം ഉണ്ടോ? പാടാനോ? അയ്യോ, എനിക്ക് പറ്റാത്ത ആഗ്രഹങ്ങളൊന്നും ഞാൻ ആഗ്രഹിക്കാറില്ല. അതുകൊണ്ട് എന്തായാലും ഇപ്പൊ പൊതുവെ പറയുമ്പോ അഭിനയിക്കുന്ന ആൾക്കാർ തന്നെ ഇപ്പൊ ചിലർ പാടാറുണ്ട്, ചെയ്യാറുണ്ട്, കഥ എഴുതാറുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ മീനാക്ഷിക്ക് അങ്ങനെ വല്ലതും ആഗ്രഹം ഉണ്ടോ? ഇല്ല, എനിക്ക് ആക്ടിങ് ഭയങ്കര ഇഷ്ടം. എനിക്ക് ആക്ട് ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അച്ഛൻ ഇങ്ങനെ ഭയങ്കര ആഗ്രഹം പറയാം ഇടയ്ക്ക് ഡയറക്ടർ ആവണം, ഒരു ഡയറക്ടറിനെ പോലെ അങ്ങനെ എനിക്ക് കാണണം. പക്ഷെ അതിനുള്ള ബോധം എനിക്കില്ലാതെ എനിക്ക് സ്വന്തം അറിയുന്നത് കൊണ്ട് ഞാൻ അവിടെ സ്റ്റക്കാണ്. പക്ഷെ എന്നാലും ഇപ്പൊ 19 വയസ്സല്ലേ, സമയമുണ്ടല്ലോ. എങ്ങനെയല്ലേ ഏതെങ്കിലും ഒരു 20s ഒക്കെ ആവുമ്പോ തോന്നിയാലും ഒരു സിനിമ സംവിധാനം ചെയ്തില്ല എനിക്ക് തോന്നുന്നില്ല. പക്ഷെ എനിക്കിപ്പം ഞാൻ ഭയങ്കര കംഫർട്ടാണ്, എനിക്ക് ഇഷ്ടമാണ്. ഞാനിപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. ഈ സിനിമയിൽ ഒരു ഡാൻസ് ഉണ്ടല്ലേ? ഒരു പാട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു, നല്ലൊരു നൈറ്റ് ഷൂട്ടായിരുന്നു. അതൊക്കെ എല്ലാവരും, നമ്മുടെ പ്രിയങ്ക ചേച്ചി ആണെങ്കിലും ഒക്കെ അതിൽ എല്ലാവരും ഉണ്ട്, അറിയുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. അപ്പം അവരുടെ കൂടെ നല്ല വൈബായിരുന്നു. ഇങ്ങനെ ഇപ്പൊ ഈ കാണുന്ന മീനാക്ഷി എന്ന ലൊക്കേഷനും ഭയങ്കര ജോളിയായിട്ട് എല്ലാവരോടും അതങ്ങനെയാണ്. ഇപ്പോഴാണ് ഞാൻ പിന്നെയും കുറച്ച് ഇങ്ങനെ മര്യാദക്ക് ഇരിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോഴാണ്, അല്ലാത്ത എന്നെ എപ്പം വീട്ടിലും ലൊക്കേഷനും ഒക്കെ ഒരുപോലെയൊക്കെ തന്നെ. ഇപ്പൊ മീനാക്ഷി ആണെങ്കിലും കുറെ വ്ളോഗ്സ് എല്ലാം ചെയ്തെടുക്കുന്നില്ല. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു വ്ളോഗിങ്ങും ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ? എന്തുകൊണ്ടാണ് അങ്ങനെ ലൈക്ക് ലൈഫ് മെമ്മറീസ് എപ്പോഴും എടുത്ത് അല്ലെങ്കിൽ കുറെ കാലം ഇങ്ങനെ നോക്കുമ്പോ കാണണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ഞാൻ ചിന്തിച്ചില്ല. പെട്ടെന്ന് ആ സമയത്ത് നമ്മളൊരു കൊറോണ ടൈമിലൊക്കെയാണല്ലോ ഈ യൂട്യൂബ് ചാനൽ ഭയങ്കര ഇതായിട്ട് വരുന്നത്. അപ്പം ആ സമയത്ത് എന്റെ ഫ്രണ്ട്സിനൊക്കെ കുറെ പേർക്ക് യൂട്യൂബ് ചാനലുണ്ട്. അപ്പൊ എന്റെ അടുത്ത് ഇങ്ങനെ തുടങ്ങാൻ പറഞ്ഞു. ഞാൻ പണ്ടേ മടിച്ചായതുകൊണ്ട് ഞാൻ തുടങ്ങിയില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ എനിക്ക് അതൂട്ടനൊക്കെ വന്നപ്പം, അത് എന്റെ ചെറിയ അനിയനാണ് കേട്ടോ, അപ്പൊ അവനൊക്കെ വന്നപ്പോ എനിക്ക് രസം, എനിക്ക് ഒന്നാമത് വർത്താനം പറയാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ എന്റെ സ്വന്തം ഒരു പ്ലാറ്റ്ഫോം, നമുക്ക് ഇഷ്ടമുള്ളത് സംസാരിക്കാം, നമ്മുടെ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാം, അതിനുള്ളൊരു പ്ലാറ്റ്ഫോം. അപ്പം എനിക്കും ഇഷ്ടമാണ്. ഇപ്പൊ നമ്മളിപ്പോ പബ്ലിക്കിലൊക്കെ നടക്കുമ്പോ അല്ലെങ്കിൽ ഇറങ്ങി നടക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ആരെങ്കിലും കാണുമ്പോ മീനാക്ഷിനോട് എപ്പോഴും വന്നിട്ട് ആ ഒരു ക്യാരക്ടറിന്റെ പേരോ അല്ലെങ്കിൽ ക്യാരക്ടർ ബന്ധപ്പെട്ട് ചോദിക്കാറുണ്ട് ആൾക്കാർ? ഉണ്ട്. അതിപ്പോഴും എൻ്റെ അടുത്ത് പാത്തു, നന്ദിനി, ആ 2 ക്യാരക്ടർ എപ്പോഴും, അത് പ്രത്യേകിച്ച് നമ്മുടെ അമ്മമാരൊക്കെയാണ് ചില ആൾക്കാർ കാണുമ്പോൾ അത് കണ്ടിട്ട് ഭയങ്കര വിഷമായി എന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് സംസാരിക്കാറുണ്ട്. ആദ്യമായിട്ടാണ്. അപ്പൊ മാത്രമാണ് എനിക്ക് ഒരാൾക്ക് വിഷമാവുന്ന കണ്ടിട്ട് എനിക്ക് സന്തോഷമാകുന്നത്. കാരണം നമ്മളത് ചെയ്തത് അവരുടെ മനസ്സിലുള്ളത് കൊണ്ടാണല്ലോ അവർക്ക് സങ്കടം വരുന്നതെന്നൊരു തോന്നലാണ്. അപ്പൊ അതെനിക്ക് സന്തോഷമുള്ള കാര്യം. ഇപ്പൊ മീനാക്ഷി എടുക്കുന്ന ക്യാരക്ടേഴ്സ് ആണെങ്കിലും
സംഭവം കുട്ടി അല്ലെങ്കിൽ അങ്ങനെ ഭയങ്കര ഇന്നസെന്റ് ക്യാരക്ടേഴ്സ് ആണെങ്കിലും സിനിമകളിൽ എപ്പോഴും ഒരു സോഷ്യൽ മെസ്സേജസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ അത്തരത്തിൽ ഇപ്പൊ സെലക്ട് ചെയ്യുമ്പോൾ അങ്ങനെ ഇപ്പൊ ആലോചിക്കാറുണ്ട്. ആ സമയത്ത് കുഞ്ഞതായിരുന്നോണ്ട് ഇപ്പൊ ഒപ്പാണെങ്കിലും അമർ അക്ബാൻ അതിൽ ഭയങ്കര സോഷ്യലി റെലവെന്റ് ആയ സബ്ജക്ട്സ് ഉള്ളതാ. പക്ഷെ ഇപ്പൊ അങ്ങനെ ആലോചിക്കാറുണ്ട്. ഞാനിപ്പോഴും അങ്ങനെ വേണമെന്ന് വെച്ചാൽ അങ്ങനെ ഇതാക്കി എടുക്കുന്നല്ല, പക്ഷെ അത് അങ്ങനെ വന്നതാണ്. എന്തായിരിക്കും ഏറ്റവും കൂടുതൽ ക്യാരക്ടറിൽ നോക്ക എനിക്ക് ചെയ്യാൻ പറ്റുന്നതാണോ അതോ ഞാനിപ്പോഴും അങ്ങനെ സ്ക്രിപ്റ്റ് ഒന്നും നോക്കി എനിക്ക് അങ്ങനെ അറിയാത്തത് കൊണ്ട് ഞാനിപ്പോഴും അച്ഛയമ്മയൊക്കെ ആയിട്ടിരുന്ന ഞങ്ങൾ ഒന്നിച്ചിരുന്നാ കേൾക്കാറ്. ചിലത് അച്ഛയമ്മയും കേൾക്കും, എന്നിട്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ കഥ പറഞ്ഞു തരും, ഇത് നോക്കി ഇഷ്ടമാണോ ചെയ്യാൻ ഓക്കെയാണോ അങ്ങനെയുള്ളത്. ഞങ്ങൾ ഒന്നിച്ചാ ഡിസ്കഷനും പരിപാടിയൊക്കെ. ഇപ്പൊ പൊതുവെ ഇപ്പൊ മീനാക്ഷിയുടെ സ്റ്റാർട്ടിങ് കരിയർ ആയതുകൊണ്ട് ഞാൻ ചോദിക്കണം, ഇപ്പൊ നമ്മളിപ്പോ പഠിത്തം ഒന്നാമത് ചെറിയൊരു പ്രായം കൊണ്ട് നമുക്കൊരു പ്രശ്നം വന്നതാണ് എഡ്യൂക്കേഷൻ, പിന്നെ കരിയർ, പിന്നെ അഭിനയിക്കണം അങ്ങനെയൊക്കെ. അപ്പോൾ മീനാക്ഷിക്ക് ഈ ഒരു ആക്ടിങ് എന്ന് പറയുന്നത് കൂടുതലും പാഷൻ ആയിട്ടാണോ തോന്നുന്നത് അതോ കരിയർ ആയിട്ടാണോ പേഴ്സ്യൂ ചെയ്യണമെന്ന് ആഗ്രഹം? അത് നല്ല ക്വസ്റ്റ്യൻ ആണ്. എനിക്കത് ആക്ച്വലി ഇപ്പൊ പഠിത്തവും ഇതും ഒന്നിച്ച് മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് ആഗ്രഹം എന്നുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും നമ്മൾ ചെയ്യണം. ഞാൻ അങ്ങനെയുള്ള ഒരാളാണ്. അപ്പോൾ ഞാനിപ്പോൾ 10th തൊട്ടാണെങ്കിലും ആ സമയം തൊട്ടാണല്ലോ നമ്മൾ കുറച്ച് സീരിയസ് ആയിട്ട് എഡ്യൂക്കേഷനെ ഒക്കെ കാണാൻ തുടങ്ങുന്ന സമയം. 10th ക്ലാസ് SSLC വരുന്നു എന്നുള്ളൊരു പേടിയെ തുടങ്ങിയാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. അപ്പോൾ ആ സമയം തൊട്ടേ എന്നെ 10th ഒരു ടീച്ചർ വീട്ടിൽ വന്ന് പഠിപ്പിക്കും. അപ്പം അങ്ങനെ ഞാൻ പഠിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ഞാൻ ഇപ്പം ഡിഗ്രി ചെയ്യുക. ഇപ്പോഴും ഒരു മിസ് വീട്ടിൽ വരും, എന്നിട്ട് ഞങ്ങൾ ഒന്നിച്ചിരുന്ന് പഠിക്കും. സമയം ഞാൻ വീട്ടിലുള്ളപ്പോൾ കോളേജിൽ പോവും. അതെനിക്ക് കോളേജ് ലൈഫ് വേണമെന്ന് ആഗ്രഹം ഉള്ളതുകൊണ്ട് ഞാൻ തന്നെ എന്നെ ഫോഴ്സ് ചെയ്ത് ഞാൻ കോളേജിലേക്ക് പോകും. പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കോളേജിൽ. അതെ, അത് എനിക്ക് കുറച്ച് വലുതായി തോന്നിയാൽ അയ്യോ എനിക്ക് കോളേജിൽ പോകാൻ പറ്റിയില്ലല്ലോ എന്ന് തോന്നരുതല്ലോ എന്ന് ഓർത്ത് അതൊക്കെ ഞാൻ ഇപ്പം ചെയ്യാറുണ്ട്. അങ്ങനെ ഒന്നും മിസ് ചെയ്യാത്തത് കൊണ്ട് ഞാൻ എല്ലാ വഴികളും പല വഴിയും കൂടെ സഞ്ചരിക്കാറുണ്ട് എന്ന് പറയുന്ന പോലെ. അപ്പോൾ കോളേജിൽ പോകേണ്ട സമയത്ത് കോളേജിൽ പോവും. അപ്പോൾ ഈ പറയുന്ന പോലെ കരിയർ ആണോ അതോ ഒരു പാഷൻ ആണോ എന്ന് ചോദിച്ചാൽ എന്താ പറയാ, ഇപ്പം അതെ ഇപ്പം കരിയറിന് നമ്മളിങ്ങനെ ഒരു ഫീൽഡ് എടുത്തു കഴിഞ്ഞാൽ എനിക്കിപ്പോൾ തോന്നിയാൽ ഇതുവരെ അതിനെപ്പറ്റി ചിന്തിച്ചിട്ടില്ല. എനിക്കിപ്പോൾ തോന്നുന്നത് ഇപ്പം നമുക്ക് ഉറപ്പില്ലല്ലോ, ഇപ്പം നമുക്കുള്ള പ്രൊജക്ട്സ് എന്നും നമുക്കുണ്ടാവും, അല്ലെങ്കിൽ എനിക്ക് എത്ര വയസ്സായാലും ഈ പ്രൊജക്ട്സ് ഒക്കെ എൻ്റെ കൂടെ ഉണ്ടാവും. ഇപ്പം അല്ലെങ്കിൽ നമ്മൾ എല്ലാ സമയവും എല്ലാ ക്യാരക്ടറിനും വില്ലിങ് ആണോ എന്നൊന്നും നമുക്ക് ഇപ്പോഴേ പറയാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അതൊരു കരിയർ ആയിട്ട് ചൂസ് ചെയ്താൽ എനിക്ക് അറിയത്തില്ല അതൊരു സക്സസ്ഫുൾ ആവുമോ എന്നുള്ളത്. നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുന്നത് എപ്പോഴാണോ, ഇപ്പം നമുക്ക് ഇതിൻ്റെ കൂടെ വേറെ വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്കത് പറ്റും എന്നൊരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് അതും കൂടി ചെയ്യാൻ എന്നല്ല. അതാണ് ഒരു സേഫ് സൈഡ് എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഈ പറയുന്ന പോലെ നമ്മുടെ ഒരു പ്രൊഫഷൻ അല്ലെങ്കിൽ ഒരു എന്ന് പറയുന്നതിനെ കഴിഞ്ഞും ഒരു പാഷനാണ്. എനിക്ക് ഇഷ്ടമാണ് ആക്ട് ചെയ്യുന്നതും പല ക്യാരക്ടേഴ്സ് ചെയ്യുന്നതും ഒക്കെ എനിക്ക് ഇഷ്ടമാണ്. അത്രേ ഉള്ളൂ. അല്ലാതെ തന്നെ ഒരു പ്രൊഫഷനായിട്ട് ഇതുവരെ ഞാൻ കണ്ട് ഒരു സ്റ്റേജ് എനിക്ക് അത് എത്തുന്നതേ ഉള്ളൂ എന്ന് തോന്നുന്നു. അപ്പൊ ഈ ആക്ടിങ് അല്ലെങ്കിൽ ഏത് പ്രൊഫഷൻ ചെയ്യണം എന്നായിരുന്നു ആഗ്രഹം? അങ്ങനെ എന്തെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ചെറുപ്പത്തിൽ നമ്മൾ പറയില്ലേ എനിക്ക് ഡോക്ടർ ആയിക്കോളുന്നുണ്ട്, അങ്ങനെയൊക്കെ ഞാൻ ഇഷ്ടമാണ്. ഞാൻ മാറ്റി മാറ്റി പറയായിരുന്നു ഡോക്ടർ ആവണം, JCB ഓടിക്കുന്ന ആളാവണം. ഞാൻ അങ്ങനെ പല ആഗ്രഹം പറയായിരുന്നു. എന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഞാൻ കുഞ്ഞായിരിക്കുമ്പോൾ ഞാൻ എപ്പോഴും അച്ഛൻ്റെ അടുത്ത് എൻ്റെ അച്ഛനൊരു ഐസ്ക്രീം കട വേണം. എനിക്ക് അങ്ങനെ പല ആഗ്രഹം. എന്നിട്ട് ആ ഐസ്ക്രീം കട വലുതാകുമ്പോൾ ഞാൻ നോക്കും. അങ്ങനെ ഞാൻ മാറ്റി മാറ്റി പറയായിരുന്നു. പിന്നെ അതൊരു സീരിയസ് ആയിട്ട് നമ്മളൊരു ആഗ്രഹം പറയുന്ന ഒരു സ്റ്റേജിലേക്ക് എത്തിയപ്പോഴത്തേക്കും ഞാൻ ഫീൽഡിലേക്ക് വന്നു. അപ്പൊ പിന്നെ എനിക്ക് ഏറ്റവും ആഗ്രഹമുള്ള അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിച്ചാൽ പോലും കിട്ടാത്തത്ര നല്ലൊരു സ്പേസിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പൊ എനിക്ക് അതിന്റെ അപ്പുറം ഇത് വേണ്ട വേറൊന്നും തന്നെ ആഗ്രഹിക്കാനുള്ള സ്പേസ് ഉണ്ടായില്ല. ഇതെനിക്ക് ഇഷ്ടമാണ്. അപ്പൊ നമ്മുടെ ഇങ്ങനെ സിനിമയും റിലീസിനൊക്കെ എന്താ നമ്മുടെ പ്രേക്ഷകരോട് പറയാനുള്ളത്? പ്രേക്ഷകരെല്ലാവരും ഉറപ്പായിട്ടും കണ്ടു നോക്കുക. പുതിയൊരു ക്രൂ ആണ്. അപ്പം റിവ്യൂസും കാര്യങ്ങളൊക്കെ ഒത്തിരി വിലപ്പെട്ടതാണ്. കാരണം നേരത്തെ പറയുന്നത് പോലെ എല്ലാവരുടെ അഭിപ്രായങ്ങളൊക്കെ അവരെ അറിയിക്കുക. ഞാനും വെയിറ്റിംഗ് ആണ്. ഞാനും ഒരു പാർട്ടൊന്നും കണ്ടിട്ടില്ല. അപ്പം ഞാനും പ്രേക്ഷകരെ പോലെ തന്നെ ഞാനും ഒരു ഓഡിയൻസ് ആയിട്ട് വെയിറ്റ് ചെയ്യാണ്. ഈ പറഞ്ഞ പോലെ തന്നെ സിനിമ വിജയകരമായിട്ടെന്ന് ആശംസിക്കുന്നു. മീനാക്ഷി ഇനി നല്ല നല്ല ക്യാരക്ടേഴ്സിൽ താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. ഓക്കെ സെറ്റ്.